നമുക്ക് റഹീസ് റഷീദാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തകൾ പങ്കുവയ്ക്കാനായി ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ്നി. ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഈ ദിവസം ആദ്യമായി തുടങ്ങുകയാണ്. കാരണം ഇതുവരെ നമ്മൾ സംഘർഷങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്തെ വിശേഷം പറയൂ, നല്ല വല്ല കാര്യം കേൾക്കട്ടെ. തിരുവനന്തപുരത്ത് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം, അതത്ര നല്ല കാര്യമല്ല എങ്കിൽ പോലും ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിലെ മെഡിക്കൽ ICUവിൽ VS അച്യുതാനന്ദൻ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെയായിരുന്നു. ഒരു മൈനർ അറ്റാക്കിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും മെഡിക്കൽ ICUവിൽ VS തുടരുകയാണ്. രാവിലെ മക്കളോടും ആശുപത്രി അധികൃതരോടും സംസാരിച്ച സമയത്ത് ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഞായറാഴ്ച VS അച്യുതാനന്ദനെ ഈ ആശുപത്രിയിൽ തന്നെ CT സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. സാധാരണ ഗതിയിലുള്ള ഒരു പരിശോധനയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നും മറ്റും അറിയാനുള്ള ഒരു പരിശോധന നടത്തും. ഞായറാഴ്ച ഇവിടെ വന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു. തിങ്കളാഴ്ച, അതായത് ഇന്നലെ രാവിലെയാണ് ചില ബുദ്ധിമുട്ടുകൾ VSൽ കണ്ടത്. VSൻ്റെ മരുമകൻ എന്നും രാവിലെ 8 മണിക്ക് വീട്ടിൽ വന്ന് VSനെ നോക്കുന്ന ഒരു പതിവുണ്ട്. ഇന്നലെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രശ്നം കണ്ടതിനെ തുടർന്ന് ആനേറയിലെ ഒരു ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് ECG വീട്ടിൽ വന്ന് എടുക്കുന്ന സംവിധാനം ഒരുക്കി. വീട്ടിൽ വന്ന് ECG എടുത്തപ്പോൾ ചെറിയ വേരിയേഷൻ മനസ്സിലാവുകയായിരുന്നു. ഉടൻ തന്നെ മരുമകൻ തന്നെ, മകളുടെ ഭർത്താവ് തന്നെ CPR നൽകി തൊട്ടു പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ഗുരുതരമായിരുന്നു VSന് എന്നാണ് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അതിനുശേഷം ഇന്നലെ ഉച്ചയോടുകൂടി സ്റ്റേബിൾ ആണ് എന്നാണ് ഡോക്ടർമാരും മകൻ അരുൺകുമാറും പറഞ്ഞത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങാത്തത് ചില ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. ആശുപത്രി അധികൃതരോട് രാവിലെ സംസാരിച്ചപ്പോൾ ഇന്ന് വിശദമായി VSൻ്റെ രോഗവിവരങ്ങൾ വിശദമാക്കിയുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും എന്നാണ് അറിയിച്ചത്. ഇന്നലെ CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, TP രാമകൃഷ്ണൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആശുപത്രിയിൽ എത്തിയിരുന്നു. അവർക്കാർക്കും VSനെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നില്ല. എങ്കിൽ പോലും മകനെ കണ്ട്, ഡോക്ടർമാരെ കണ്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ച് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി വന്ന 32 പേരിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ കൂടിയാണ് VS അച്യുതാനന്ദൻ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം വഹിക്കാത്ത പദവികളില്ല, പാർട്ടിയിൽ വഹിക്കാത്ത പദവികളില്ല. മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, LDF കൺവീനറായി, പാർട്ടി സെക്രട്ടറിയായി, ആ തരത്തിൽ CPMനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും പ്രധാനപ്പെട്ട ഒരു നേതാവ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും പാർട്ടിയും കൂടി അക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് നേതാക്കൾ പറഞ്ഞത്. റോഷ്നി, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്നലെ തന്നെ വരികയും പ്രതികരണം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. MA ബേബിയൊക്കെ പറഞ്ഞ വാക്കുകൾ, പോരാളിയായ VS ഊർജ്ജസ്വലനായി തന്നെ തിരിച്ചെത്തും, നമുക്ക് കാത്തിരിക്കാമെന്നൊക്കെ പറയുകയുണ്ടായി. ഇന്നിപ്പോൾ കൂടുതൽ നേതാക്കൾ എത്തുമോ? സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിൽ വന്ന് VSനെ കാണാനുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ VSൻ്റെ ആരോഗ്യ അവസ്ഥയെ കുറിച്ചുള്ള ഒരു വിവരം അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി കൂടുതൽ നേതാക്കൾ എത്തുന്നതും കാണുന്നതും സന്ദർശിക്കുന്നതും. സന്ദർശിക്കാൻ പറ്റില്ല, ആശുപത്രിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ മക്കളോട്, ഡോക്ടർമാരോട് സുഖവിവരങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമ്പോഴാണ് കൃത്യമായി, ഇതൊക്കെ നമ്മളോട് ഡോക്ടർമാർ അനൗപചാരികമായി വ്യക്തിപരമായ ബന്ധത്തിലും മറ്റും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുമ്പോഴാണ് ഔദ്യോഗികമായി VSൻ്റെ ആക്ച്വൽ അവസ്ഥ എന്താണ്, എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ, ഇപ്പോഴെന്താണ് അവസ്ഥ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും. അതിനുശേഷമായിരിക്കും കൂടുതൽ നേതാക്കൾ ആശുപത്രിയിലേക്ക് വരുന്നത്. സ്വാഭാവികമായും നേതാക്കൾ ആശുപത്രിയിലേക്ക് വരുന്നുണ്ടാവും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ വരുമോ, അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴെന്നൊക്കെ മെഡിക്കൽ ബുള്ളറ്റിന് ശേഷം മാത്രമായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. റോഷ്നി, മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്നുണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പം നിലവിൽ എന്തായാലും അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഒന്നും തന്നെ ഇല്ല, അല്ലേ?
എന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം എന്നും ഉണ്ടായിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾ, ഒപ്പം സെക്യൂരിറ്റി ഗൺമാന്മാർ, മകൻ, ഡോക്ടർ, അവരോടൊക്കെ രാവിലെ പല ആളുകളോടും സംസാരിച്ചിരുന്നു. അതിൽ എല്ലാവരും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഒരു നോർമൽ രീതിയിലേക്ക് VS എങ്ങനെയാണോ സാധാരണഗതിയിൽ ഉണ്ടാവുക ആ രീതിയിലേക്ക് VS തിരിച്ചു വന്നു. പക്ഷേ രാവിലെ അതല്ലായിരുന്നു അവസ്ഥ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആശുപത്രി അധികൃതരുമായി രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് ഇറങ്ങും. ഇന്നലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇറങ്ങാതിരുന്നത്. പറ്റിയാൽ രാവിലെ തന്നെ ഇറക്കാനുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. അത് ഉടനുണ്ടാകും എന്ന് കരുതുകയും ചെയ്യാം. ഓക്കെ, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. VS അച്യുതാനന്ദന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു.